2025 സാങ്കേതികവിദ്യയുടെ ശക്തിയും 25 വർഷത്തെ പരിചയവുമുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച കൃത്യമായ കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയതും കൃത്യമായതുമായ കാലാവസ്ഥാ പ്രവചനം എല്ലാ ദിവസവും സൗജന്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. മെയ് 26 തിങ്കളാഴ്ചത്തെ പ്രവചനം ഇതാ. ആദ്യം തന്നെ ന്യൂനമർദ്ദം കാരണം കേരളത്തിലെ മിക്ക തീരദേശ പ്രദേശങ്ങളിലും 20 മുതൽ 40 വരെ കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകണം. ശ്രദ്ധിക്കുക, കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും അതിരാവിലെ അതിശക്തമായ മഴയുണ്ടാകും. ഉച്ചകഴിഞ്ഞ് അതിശക്തമായ മഴയുണ്ടാകും. കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും രാത്രിയിലും തുടർച്ചയായ കനത്ത മഴയുണ്ടാകും. ശ്രദ്ധിക്കുക, ഞങ്ങളുടെ മാപ്പുകളിൽ അതിശക്തമായ മഴയ്ക്ക് ചുവപ്പ് നിറം, കനത്ത മഴയ്ക്ക് മഞ്ഞ നിറം, സാധാരണ മഴയ്ക്ക് പച്ച നിറം, ചെറിയ മഴയ്ക്ക് നീല നിറം എന്നിവ ഉപയോഗിച്ച് മഴയുള്ള പ്രദേശങ്ങൾ പരിശോധിക്കാം. പുനലൂരിലും സമീപ പ്രദേശങ്ങളിലും പുനലൂരിലും പുലർച്ചെയിലും അർദ്ധരാത്രിയിലും മൂടൽമഞ്ഞ് ഉണ്ടാകും. വാഹനമോടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, വെള്ള നിറത്തിൽ മൂടൽമഞ്ഞുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് ഈ മാപ്പിൽ കാണാൻ കഴിയും. ശരാശരി താപനില 26 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഉച്ചകഴിഞ്ഞ് 28 ഡിഗ്രി സെൽഷ്യസ് ഉള്ള കൊല്ലം പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. കാറ്റിന്റെ വേഗത ശരാശരി 25 കിലോമീറ്റർ ആയിരിക്കും. അടുത്ത കാലാവസ്ഥാ പ്രവചനവുമായി കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിട. 2025 സാങ്കേതികവിദ്യയുടെ ശക്തിയും 25 വർഷത്തെ പരിചയവുമുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച കൃത്യമായ കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയതും കൃത്യമായതുമായ കാലാവസ്ഥാ പ്രവചനം എല്ലാ ദിവസവും സൗജന്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. മെയ് 26 തിങ്കളാഴ്ചത്തെ പ്രവചനം ഇതാ. ആദ്യം തന്നെ ന്യൂനമർദ്ദം കാരണം കേരളത്തിലെ മിക്ക തീരദേശ പ്രദേശങ്ങളിലും 20 മുതൽ 40 വരെ കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകണം. ശ്രദ്ധിക്കുക, കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും അതിരാവിലെ അതിശക്തമായ മഴയുണ്ടാകും. ഉച്ചകഴിഞ്ഞ് അതിശക്തമായ മഴയുണ്ടാകും. കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും രാത്രിയിലും തുടർച്ചയായ കനത്ത മഴയുണ്ടാകും. ശ്രദ്ധിക്കുക, ഞങ്ങളുടെ മാപ്പുകളിൽ അതിശക്തമായ മഴയ്ക്ക് ചുവപ്പ് നിറം, കനത്ത മഴയ്ക്ക് മഞ്ഞ നിറം, സാധാരണ മഴയ്ക്ക് പച്ച നിറം, ചെറിയ മഴയ്ക്ക് നീല നിറം എന്നിവ ഉപയോഗിച്ച് മഴയുള്ള പ്രദേശങ്ങൾ പരിശോധിക്കാം. പുനലൂരിലും സമീപ പ്രദേശങ്ങളിലും പുനലൂരിലും പുലർച്ചെയിലും അർദ്ധരാത്രിയിലും മൂടൽമഞ്ഞ് ഉണ്ടാകും. വാഹനമോടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, വെള്ള നിറത്തിൽ മൂടൽമഞ്ഞുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് ഈ മാപ്പിൽ കാണാൻ കഴിയും. ശരാശരി താപനില 26 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഉച്ചകഴിഞ്ഞ് 28 ഡിഗ്രി സെൽഷ്യസ് ഉള്ള കൊല്ലം പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. കാറ്റിന്റെ വേഗത ശരാശരി 25 കിലോമീറ്റർ ആയിരിക്കും. അടുത്ത കാലാവസ്ഥാ പ്രവചനവുമായി കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിട.